എന്താ പതിവില്ലാത്തൊരു ആലോചന ഒക്കെ? അത് പിന്നെ ദീപോട്ടാ, നാളെ കുക്കി വരുമല്ലേ. എനിക്ക് എനിക്ക് 19 വയസ്സ്, അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മ ഒരു ആക്സിഡൻറ്റ് മരിക്കുന്നത്. അവർ മരിച്ചതിന് ശേഷം ഞാൻ അവൾക്ക് ഒരു കുറവും വരുത്താണ്ട് വളർത്തിയത്. അതിൻ്റെ എല്ലാ തകരാറുകളും അവളുടെ ക്യാരക്ടറിലുണ്ട്. അപ്പോൾ ദീപോട്ട, അനിയന്മാർക്ക് ചിലപ്പോൾ എന്റെ നിധി, നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരു വീക്ക് ആയിട്ടുള്ളെങ്കിലും ഈ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവരെ. അവര് നിന്നെ എനിക്ക് കാണിച്ചു തന്ന് ഈ പ്രൊപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കാരണം നിങ്ങളൊരു അനാഥനാണെന്നുള്ളതാ. ഞങ്ങളും അങ്ങനെ തന്നെ ആണല്ലോ. അവർ നിന്റെ സ്വന്തം ചേച്ചിയെ പോലെയല്ലേ കാണുന്നേ. എന്ത് ഇഷ്ടമുണ്ടായിരുന്നറിയോ ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ. കുക്കി വന്നാ അവരവരുടെ സ്വന്തം പെങ്ങളെ പോലെ കണ്ടോളും. എടാ, ചേച്ചിയുടെ അനിയത്തി ചേച്ചിയുടെ പോലെ സുന്ദരിയാവോ? അല്ലടാ, അവള് ചേട്ടനെ പോലെ താടി മീശൊക്കെ വളർത്തിയിട്ട് സുന്ദരനായിരിക്കും. ഒന്ന് പോയിടക്കാം. എന്നാലും അവിടെ എന്താ ചേച്ചിയുടെ കല്യാണത്തിന് വരാതിരുന്നേ? അവളുടെ എന്ത് ഫൈനൽ എക്സാം ആയിരുന്നു എന്ന് പറഞ്ഞു, അതാ വരാതിരുന്നേ. അന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഇങ്ങനെ ആകാംക്ഷ അടിച്ചിരിക്കണ്ട. ആരോഹി, എന്ത് നല്ല പേരാലേ. ആരോഹി നല്ല ധാവണി കൊടുത്ത് മുട്ടുവരെ ഉണ്ട് മുടി, വാലിട്ട് കണ്ണെഴുതി, നെറ്റിയിൽ പൊട്ടൊക്കെ തൊട്ട്, തലയിലൊരു തുളസി കതിരി വെച്ച്, ഹോ ചിന്തിക്കാൻ പോലും വയ്യ. ഹോ, ഇമാജിനേഷൻ ആണെങ്കിലും എന്താ ഫീലിംഗ്. നാളെ നായി കിട്ടിയാ മതി. ഒന്ന് നിർത്തിയടാ. ഒരു പെൺകുട്ടി വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ മുതൽ തുടങ്ങിയതാ. കേട്ട് കേട്ട് മനുഷ്യനൊരു വീട്ടായി. നിങ്ങൾ എന്നാ സംസാരിക്ക്. എനിക്ക് ഏട്ടൻ കുറച്ച് ഫയൽസ് ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തിട്ട് വരാം. ഏട്ടാ, നമ്മൾ ഈ സംസാരം നിർത്തിയതല്ലേ. വീണ്ടും നീയല്ലേ കുത്തിപ്പൊക്കി വന്നത് ചേച്ചിയുടെ പോലെ സുന്ദരിയാവോ, താടി ഉണ്ടാവോ, മീശ ഉണ്ടാവോ എന്നൊക്കെ. എന്നിട്ടിപ്പോ ഞങ്ങളായി കുറ്റക്കാര്. പോട്ടെ. അല്ലടാ, നമുക്ക് 1 month ഫ്രീ അല്ലേ, ലീവ് തന്നിട്ടുണ്ട് ഏട്ടൻ. പിന്നെ ഇതിനെ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യുന്നേ? അതൊക്കെ ഫ്രീയും ലീവൊക്കെ തന്നെയാണ്. പക്ഷെ ചെയ്യാനുള്ള കാര്യം ആദ്യം തന്നെ ചെയ്തു വെച്ചാൽ പിന്നെ സുഖമായിട്ട് ഇരിക്കാലോ. ഇല്ലെങ്കിൽ അവസാനം ആകെ പ്രശ്നവും. ഞാനിതാ വരുന്നടാ. എടാ, എന്നാലും എന്തോ ദുരൂഹത ഉണ്ടല്ലോ. സാധാരണ രാത്രിയിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോ നാലാളും ഒരുമിച്ചിട്ടല്ലേ ഇറങ്ങാറ്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായതുകൊണ്ടാ ഇത്രയും റൂമുകൾ ഉണ്ടായിട്ട് എല്ലാവരും ഒരു റൂമിൽ തന്നെ ഇടുങ്ങി പിടിച്ച് കിടക്കുന്നേ. എന്നിട്ട് ഇവൻ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു റൂമിൽ ഇരുന്നിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെന്തൊരു പന്തികേടില്ലേ. ഞാനൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. അയ്യോ അമ്മേ. എടാ ദുഷ്ടന്മാരെ, ഞാനൊരു ഫ്ലോക്ക് പറഞ്ഞെന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞൊക്കെ ചെയ്യാ. കൂടെ വായോടാ. ഓഹോ, ഇതായിരുന്നു 1 മാസം ഉണ്ടായിട്ട് മോനക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഫയലല്ലേ. ഒക്കെ മൂത്ത് വെച്ച് തേച്ചിട്ടുണ്ടല്ലോ. അത് പിന്നെ ഈ ഹെൽത്തി ഫുഡും വർക്കൗട്ടും ഡയറ്റൊക്കെ ആയപ്പോ സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആയി. പോരാത്തിന് ഏസിനടിയിൽ ഇരുന്നിട്ട് ടാൻ അടിച്ചു. അപ്പൊ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് പാക്കിട്ടതാ. പാക്കിലാക്കണ്ടെങ്കിൽ മര്യാദക്ക് ഈ പാക്ക് ഞങ്ങളുടെ എല്ലാവരും മൊത്തമാക്കി തരാം. എടാ ഋഷി, നീ ആ ജനൽപ്പാളി ഒന്നും പോയി അടച്ചിട്ട് വാടാ. പുറത്ത് കാറ്റടിക്കുമ്പോ വല്ലാത്തൊരു ശബ്ദം കേൾക്കുമ്പോ പേടിയാവുണ്ടടാ. അയ്യടാ, ഈ നേരത്തെ ഞാൻ ആ ജനലിന്റെ അടുത്ത് പോയിട്ട് വല്ല പ്രേതങ്ങളെ എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചാൽ രക്തത്തിളപ്പില്ലാത്ത എന്നെ കാലർച്ചിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് അർജുൻ, ഐ സെഡ് നോ. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫിയർ എന്ന് അതിന് പറയാം. നമ്മളിപ്പോ 2026-ലല്ലടാ ജീവിക്കുന്നേ. പോരാത്തതിന് സ്വന്തം ഓഫീസിൽ നിന്ന് സ്വന്തമായി ജോലി ചെയ്ത്
സ്വന്തം ഏട്ടന്റെ കയ്യിൽ നിന്ന് ശമ്പളം ഇരന്ന് വാങ്ങിക്കുന്ന തെണ്ടികളായ IT പ്രൊഫഷണലുകളാണ്. നമ്മളൊക്കെ ഈ പ്രേതത്തെ പേടിക്കാൻ പാടുണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഗൗതം പോയി ആ ഹാളിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വാ. ഏട്ടത്തിയോട് ഞാൻ ഓഫ് ചെയ്തോളാന്ന് പറഞ്ഞതാ, പക്ഷെ പേടിയായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അത് പിന്നെ നമ്മളല്ല ഓഫ് ചെയ്യേണ്ടത്, അത് ഏട്ടത്തിയാണ് ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ അതിൽ ഇടപെടാനേ പാടില്ല. അതാണ് എൻ്റെ ഒരു പോളിസി. പെട്ടെന്ന് വീടിന്റെ മുകളിൽ എന്തോ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അമ്മേ! എടാ യുവാൻ, നീയാണോടെ താഴെ കിടന്ന് ശബ്ദം ഉണ്ടാക്കിയത്? അത് മുകളിൽ മേൽക്കൂരിൽ പ്രേതം ഓടിയതാടാ. ഹേ, അത് വെറും വിൻഡ് എനർജിയാടാ. അത് കാരണം ഉണ്ടായ ശബ്ദാണ്, പേടിക്കേണ്ടതില്ല. ആദ്യം നീ എന്റെ കഴുത്തിന് പിടിച്ച് പിടിവിട്. നിനക്ക് പേടിച്ചിട്ട് എന്റെ കഴുത്തിനെ പിടിച്ചെടുക്കുന്നേ. ഇനി നേരെ വഴിക്കുന്ന ചത്തു പോവും. എടാ, എനിക്ക് മൂത്രം ഒഴിക്കണം. ആരെങ്കിലും ഒരാൾ കൂടെ വരുമോ? ഈ പാതിരാത്രിക്ക് നിന്റെ കൂടെ മൂത്രമൊക്കെ വരെ എനിക്കെന്താ ഭ്രാന്താണോ? നീ ആ തുറന്നിട്ട ജനലിൽ കൂടെ അങ്ങ് ഒഴിക്കിക്കോ. എന്റെ ഋഷി, പുറത്ത് തൊണ്ട വരണ്ടിട്ട് ചോര കിട്ടിയ തൊണ്ട നിൽക്കാന്ന് വിചാരിച്ച് പ്രേതം നിൽപ്പുണ്ടാവും. നമുക്ക് നാളെ രാവിലെ പോയാ പോരെ? എടാ മണ്ട, നാളെ രാവിലെ വരെ ഞാൻ ഇതെങ്ങനെ പിടിച്ചു വെക്കും? ഡോക്ടർമാർ പറയുന്നത് മൂത്രം പിടിച്ചു വെച്ചാൽ കിഡ്നിയിൽ സ്റ്റോൺ വരുന്നാ. നീ ഒരു കാര്യം ചെയ്യ്, കണ്ണുപൂട്ടി ഹരിവരാസനം പാടിക്കൊണ്ട് ബാത്റൂമിൽ ഓടിക്കോ. പ്രേതം ഒന്നും ചെയ്യില്ലടാ. അവിടെ വന്ന് നിൽക്കുന്നതേ യേശുദാസിന്റെ പ്രേതല്ല, എന്റെ പാട്ടാണല്ലോ പാടിക്കുന്നത്. ഇത്തവണ അവന്റെ ചോര കുടിക്കണ്ടെന്ന് പറയാൻ. എടാ, വാതിൽ തുറക്കടാ. എടാ, യക്ഷി എന്റെ പേര് വിളിക്കുന്നു. നിന്റെ പേരല്ല വിളിച്ചത്, ഡാന്നാ വിളിച്ചത്. അത് എന്നെയാണ്, കാരണം ഈ ഗ്രൂപ്പിലെ ഏറ്റവും ഹാൻസം ആയ ഞാനാ. ഓ പിന്നെ, യക്ഷിക്ക് വേറെ പണിയില്ലല്ലോ. തൊണ്ട വരണ്ട ഒരു തുള്ളി ചോരക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ നിന്റെ SP കേൾക്കാൻ നിന്നെ തന്നെ വിളിക്കാനേ. നീ ഒന്ന് പോയടാ. എടാ യുവാനെ, നീ പോയി വാതിൽ ഉറക്ക്. നീയാണല്ലോ കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ. യക്ഷിക്ക് നിന്റെ ചോര ആയിരിക്കടോ കൂടുതൽ ഇഷ്ടം. അയ്യടാ, ഞാൻ പോകില്ല. എന്റെ ചോര തിളക്കണ പ്രായാണ്. ആ യക്ഷി അങ്ങനെ ഊറ്റിക്കുടിച്ച് ചോരയില്ലാണ്ട് എന്റെ ചോര മരവിച്ചു പോയാൽ അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അമ്മച്ചി, അമ്മച്ചി, അയ്യോ യക്ഷി, ഞങ്ങളൊന്നും ചെയ്യരുത്. ഞങ്ങൾ പാവം ഓഫീസിൽ പണിയെടുക്കുന്ന പാവം പിള്ളേരാണ്. ഇതിൽ കൂടുതൽ വായി നോക്കുന്നത് ഗൗതമ. അവനെ വേണമെങ്കിൽ പിടിച്ചോ. തുറക്കട പൊട്ടന്മാരെ. എന്താടാ ഇവിടെ ഇത്രയും ബഹളം? നിങ്ങളുടെ ഏട്ടൻ അവിടെ ലാബിൽ ഓൺലൈനായിട്ട് എന്തോ ബിസിനസ് ഡീൽ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇവിടുത്തെ ബഹളം വല്ലാത്ത നോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടതാ. ഉറങ്ങാതെ ഇവിടെ കിടന്ന് കൂവാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. എന്താടാ നിങ്ങളുടെ പ്രശ്നം? ഏട്ടത്തിമായിരുന്നോ? ഞങ്ങൾ ജസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് ക്ലയന്റ് മീറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമായിരുന്നു. ഓ, വലിയ ക്ലയന്റ് മീറ്റിംഗ്. 4 എണ്ണം പേടിച്ചൊരുമിച്ച് കിടക്കുന്ന കണ്ടില്ലേ? മര്യാദക്ക് വേഗം കിടന്നുറങ്ങിക്കോ. നാളെ കുക്കി വരുന്നുണ്ട്. വേഗം പണികളൊക്കെ കഴിക്കണം. എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളതാ. പിന്നെ നിങ്ങൾ 4 പേരും വേണം അവളെ കൂട്ടിക്കൊണ്ട് വരാം എയർപോർട്ടിൽ നിന്ന്. കേട്ടല്ലോ? കേട്ടു ഏട്ടത്തി. ഞങ്ങൾ 4 പേരും കൂടി പോയിക്കോളാം. അപ്പൊ നാളെ നമ്മൾ 4 പേരും ഒന്നിച്ച് എയർപോർട്ടിൽ പോകുമല്ലോ? അതെ. അപ്പോ ആരാദ്യം കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കും എന്നതിനെ പറ്റി നമുക്കിപ്പോ ഒരു തീരുമാനം എടുക്കാം. ആരോഹിനെ ഫ്രണ്ടിൽ ഇരുത്താം. അവളെ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാം. ഞാനാണ് മൂത്താള്, അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. എന്നിട്ട് വേണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിയിട്ട് വെല്ലന്മാരെ പോയിട്ട് ഇടിക്കാൻ. നീ ഓടിക്കണ്ട, ഞാൻ ഓടിച്ചാൽ മതി. പറ്റില്ല, ഞാൻ ഓടിക്കും. എനിക്കാണ് നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയാം. ആ, മൊബൈലില് കാറിന്റെ ഗെയിം കളിച്ചിട്ട് ഓടിച്ചുള്ള പരിചയമല്ലേ? അത് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലോ നരകത്തിലോ പോയി കിടക്കും. ഞാൻ ഓടിക്കും, നീ ഒലത്തും. എല്ലാ ജ്യേഷ്ഠന്മാരും ഓരോരോ തിരക്കുകളിലാണ്. യുവാൻ മാത്രം ഹാളിലിരുന്ന് ഫോണിൽ റീൽസ് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മുന്നിലെ മെയിൻ ഡോറിന് ആരോ വന്ന് മുട്ടുന്നുണ്ട്. യുവാൻ ഫോൺ മാറ്റിവെച്ച് മടിയോടെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറക്കുന്നു. ഏതാടാ നീ? ആരെ തിരക്കുന്നേ? ഈ സമയത്ത് ഇവിടെ ആരുമില്ല. സംഭാവന ഒന്നും തരാൻ പറ്റില്ല. വലിയ നീയാണോ ഈ വീട്ടിലെ ഏറ്റവും ഇളയവൻ? യുവാൻ. ആഹാ, നീ എന്റെ പേര് പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? ഇത് തട്ടിപ്പന്നെ. നിനക്ക് എങ്ങനെ അറിയാന്നെ?
നീ ഏതാ ഗ്രൂപ്പ്? സത്യം പറ, കൊട്ടേഷൻ വല്ലതുമാണോ? കൊട്ടേഷനോ? നിന്റെ തല്ലമണ്ടക്ക് ഞാനിപ്പോ ഒരെണ്ണം തരും. മര്യാദക്ക് സംസാരിക്കടാ. ഞാൻ നിന്റെ എടാ 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 നാവ് കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്റെ 4 ജ്യേഷ്ഠന്മാരുണ്ട്. ദീപകേട്ടൻ, അർജുനേട്ടൻ, ഋഷിയേട്ടൻ, ഗൗതമേട്ടൻ. ഇവരൊക്കെ നീ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആ ഗൗതമേട്ടൻ ഉണ്ടല്ലോ, പുള്ളി ജിമ്മിലൊക്കെ പോകുന്ന ആളാ. 6 pack വരെ ഉണ്ട്. ഒറ്റ ഇടി തന്നാ നീ ബോയ്ക്കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തലയും പിടിച്ച് എയർപോർട്ട് വരെ ഓടും. ജാഗ്രത. ഓ വല്ലാത്ത ജാതി. നീ ആ ഏട്ടന്മാർ തല്ലൊക്കെ എനിക്ക് വാങ്ങി തരുമോ? പിന്നല്ലാതെ. ഞങ്ങൾ 5 ആൺമക്കളാ. വൈകിട്ട് ഞങ്ങളുടെ ഏട്ടത്തിയമ്മയുടെ അനിയത്തിയുണ്ട്, കുക്കി. അവള് വരുന്നുണ്ട്. അവൾ എയർപോർട്ടിൽ കൂട്ടാനുള്ള ഇൻട്രസ്റ്റിലും സന്തോഷത്തിലും നിൽക്കുക. അതിനിടയിൽ ഓരോ തട്ടിപ്പേറ്റി വരുന്നേ. നീ എങ്ങാനും ഇതിന്റെ ഇടയിൽ നിന്ന് പോയില്ലെങ്കിൽ അവൾ എയർപോർട്ടിലേക്ക് വിളിക്കാൻ പോകുന്ന വഴി നിന്നെ വല്ല ഫ്ലൈറ്റിന്റെ മുകളിൽ കുറിഞ്ഞിടും. എടാ പൊട്ട, നിന്റെ കണ്ണെന്താ പൊട്ടക്കണ്ണാണോ? എടാ ഇത് ഞാൻ തന്നെയാടാ കുക്കി. എടാ കുക്കി എന്ന് പറഞ്ഞ നിധി ചേച്ചിയുടെ അനിയത്തിയാ. അതൊരു പെൺകുട്ടിയാ. സാരിയൊക്കെ എടുത്ത് മുന്നിലുള്ള മുടിയൊക്കെ പിന്നിക്കെട്ടി തലയും മുല്ലപ്പൂ വെച്ചിരിക്കുന്ന നാടൻ പെൺകുട്ടിയാ ഞങ്ങളുടെ കുക്കിമോള്. അല്ലാതെ എന്റെ ഈശ്വരാ, എനിക്കൊരു ശക്തി തരണേ. നിന്നെ പോലെ ഈ ബോയ് കട്ട് ചെയ്ത ആൺകുട്ടിയല്ല. പറ്റിക്കാൻ നോക്കണ്ട നീ. എടാ മണ്ട, തലയുടെ ഉള്ളില് തലച്ചോറിന് പകരം കളിമണ്ണ് നിറച്ചാൽ എങ്ങനെ ഉണ്ടാവുന്ന ഇപ്പം ഞാൻ കണ്ടോണ്ടിരിക്കേ. ഞാൻ നിന്റെ നിധി ചേച്ചിക്ക് വിളിച്ചു കഴിഞ്ഞാൽ സംഭവം തീർന്നില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഹലോ കുക്കി, നീ ഫ്ലൈറ്റ് കയറിയോ? വൈകിട്ടല്ലേ ഇങ്ങോട്ട് എത്തുള്ളൂ? അല്ല ചേച്ചി, ഫ്ലൈറ്റ് ഇന്ന് നേരത്തെ വന്നു. അപ്പം ഞാനൊരു സർപ്രൈസ് ആയിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ ഇവിടെ നിൻ്റെ ഒരു അനിയൻ നിൽപ്പുണ്ട്, യുവാൻ. അവൻ എന്നെ നോക്കിയിടാ പയ്യ സംഭാവനക്കാരെ എന്നൊക്കെ വിളിക്കേ. അവൻ എന്നെ മനസ്സിലാകുന്നില്ല. അയ്യോ കുക്കി, നീ രാവിലെ തന്നെ എത്തിയോ? എടാ യുവി, അത് കുക്കിയാ. അവൾ ഈ അടുത്താ ഈ ലുക്കിക്ക് വന്നത്. അവൾ അകത്തേക്ക് വിളിക്ക്. എടാ എടാ സമയം പോകുന്നില്ലല്ലോ യുവി. നീ ആ വണ്ടി തുടച്ചിട്ടിട്ടില്ലേ? എന്തിനാ വെറുതെ വണ്ടി തുടക്കുന്നേ? എയർപോർട്ടിലും പോകണ്ട, ഒരു പാർക്കിലും പോകണ്ട. നിധി ചേച്ചിയുടെ അനിയത്തി കുക്കി, അവളിപ്പോ നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ആഹാ, അവള് നേരത്തെ വന്നോ? എന്നിട്ട് നീ എന്താണ് ഞങ്ങളോട് പറയാതിരുന്നേ? അവൾ എങ്ങനെയൊക്കെ ഉണ്ട്? നല്ല നാടൻ ലുക്കാണോ? സാരിയാണോ എടുത്തിട്ടുള്ളത്? ഏത് കേരള സാരി? അവൾ ഒരു ആൺകുട്ടിയെ പോലെ മുടിയൊക്കെ കട്ട് ചെയ്ത് അതേ ഡ്രസ്സിങ് സ്റ്റൈല്. പെട്ടെന്ന് കണ്ട ആൺകുട്ടിയാന്നാ പറയത്തുള്ളൂ. മുഖം കാണാനായിട്ട് ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ വാ തുറന്നാ തീർന്നു. വൻ അഹങ്കാരിയാ. സംസാരിക്കാനേ പറ്റത്തില്ല, കടിച്ചു കീറാൻ വരും. ഷോ, നമ്മൾ വിചാരിച്ച പോലൊന്നല്ല. നിങ്ങളാരും അവളുടെ അടുത്തേക്കേ പോകണ്ട. ഹലോ ഗേൾസ്, ഞാൻ ആരോഹി, നിധി ചേച്ചിയുടെ അനിയത്തി. എടാ ഇതാണോ നീ പറഞ്ഞത് ആൺകുട്ടികളെ പോലെ ഉണ്ടെന്ന്? എടാ ഇതാണ് മോഡേൺ വിത്ത് ക്യൂട്ട് ലുക്ക്. എടാ കള്ള, അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് ഇവൾ എത്ര സുന്ദരിയാ. കുക്കി, ഞാൻ ഋഷി. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഈ യുവാൻ പറഞ്ഞു കേട്ട് ഞങ്ങൾ പേടിച്ചുപോയി. നീ വളരെ അഹങ്കാരിയാണ്. നീ വളരെ പാവം കുട്ടിയാണല്ലോ. ഞാൻ പാവമൊക്കെ തന്നെ ഋഷിയേട്ടാ. പക്ഷെ ചില മണ്ടന്മാരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, അത്രേ ഉള്ളൂ. ആരെയാണ് നീ മണ്ടെന്ന് വിളിച്ചേ? ഋഷിയേട്ടാ, നീ ഇവളുടെ ഒതുക്കം കണ്ട് വീഴരുത്. കുറച്ചു മുമ്പ് എന്നെ കടിച്ചു കീറാൻ വന്നു. പ്രേതാണ് ഇവള്. നീ എന്നെ വീണ്ടും പ്രേതെന്ന് വിളിച്ചാ നിന്റെ ബാക്കി കൊളകൾ കൂടി ഞാൻ വലിച്ചു കീറും കേട്ടോ. ആ, നീ കീറുമടി, നീ കീറും. പോവാൻ. നീ പെൺകുട്ടികളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? മര്യാദക്ക് നിൽക്ക്. കുക്കി, നീ ഇവൻ പറയുന്നൊന്ന് കാര്യമാക്കേണ്ട കേട്ടോ. ചേച്ചിയും ദീപകേട്ടനും വന്നു. അയ്യോ കുക്കിമോളെ, നിനക്ക് നല്ല യാത്രാക്ഷീണം കാണും. നീ പോയി റെസ്റ്റ് എടുക്കില്ല കേട്ടോ. ഞാൻ നിന്റെ പേക്ക് കോളേജിലേക്ക് വെച്ചു തരാം. എടാ, അവൾ നടന്നു പോയപ്പോൾ ആ കാറ്റിന് പോലെ ഒരു പ്രത്യേക മണമായിരുന്നു. അവളെ ഞാൻ എങ്ങനെയെങ്കിലും
സെറ്റ് ആക്കൂട്ടോ. ഓ പിന്നെ ഇവളെ കണ്ടിട്ടാണോ നീ ഇതൊക്കെ പറയുന്നേ? നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ മൂന്നേനെ കൊണ്ട് അവളെ ഈ വീട് മുഴുവനും തുടപ്പിക്കും. അമ്മാതിരി ഐറ്റാണത്. നീ ഒന്നും മിണ്ടാതിരിക്കടാ സൂര്യസാര. നിനക്ക് അവളോട് വഴക്കിടാനല്ലേ അറിയൂ. നീ ഞങ്ങളെപ്പോലെ റൊമാൻറ്റിക് ആവാൻ നോക്ക്. എടാ അത് കിട്ടിപ്പോയി. പെൺകുട്ടികൾ എഴുതാനുള്ള ഒരു മാന്ത്രിക കോഡ്. ഇത് സക്സസ് ആവുന്നാ പറയുന്നേ. ഇത് ഈ ഷോർട്സിൽ എഴുതിയിരിക്കുന്നു. UR 26E I1AFQ. ഇതെന്താടാ എലമെന്റ്സ് ആണോ? എന്താ അതിന്റെ അർത്ഥം? അതെനിക്കറിയില്ല. ചിലപ്പോ നീ വളരെ സുന്ദരിയാണ്, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് ഞാൻ എന്തായാലും ഒരു ഡയറിയിൽ കുറിച്ചു വെക്കും. വൈകിട്ട് കുക്കിയോട് ഇത് പറഞ്ഞ് ഞാനൊന്ന് ഇംപ്രസ് ചെയ്യും. ആ ഡയറിന്ന് ഞാൻ എങ്ങനെയും പൊക്കും. എന്നിട്ട് നീ പറയണതിന് മുമ്പ് ഞാൻ പോയി പറയും. എടാ മണ്ടൻ ഋഷി, നീ ഇപ്പൊ എന്താ ആലോചിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ ആ കോഡ് പൊക്കിയിട്ട് അവന് പറയുന്നതിനെക്കാട്ടും മുമ്പ് പറയാനല്ലേ? നടക്കില്ല മോനെ. അർജുൻ കുട്ടാ, നീ ഇത് വൈകിട്ട് പറയുമ്പോഴേക്കും ഞാൻ ഇപ്പോഴേ പോയി കുക്കിയോട് ഇത് കാച്ചി അവളെ എൻ്റെ ഫാനാക്കും. തള്ളിയിലെ മസിലൊക്കെ പേടിപ്പിച്ച് ഞാൻ കുക്കി മുറ്റത്ത് നിൽക്കുകയാണ്. ഗൗതം 6 പാക്ക് കാണുന്ന രീതിയിൽ ഷർട്ടൊക്കെ ഒന്ന് പൊക്കിയിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നു. യുവാൻ ഇതൊക്കെ ഉമ്മരത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഹായ് കുക്കി. ഗൗതമേട്ടനോ? എന്താ ഗൗതമേട്ടാ? അത് പിന്നെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ കോഡ് ഭാഷയിൽ പറയാം. നിനക്ക് കേൾക്കണോ? കോഡ് ഭാഷയോ? എന്താ പറയാനുള്ളത്? ഗൗതം പറ. ഈശ്വര, ഹേർട്ട് ബീറ്റ് ഒക്കെ ബാൻഡ് സെറ്റ് പോലെ കൂട്ടണല്ലോ. എൻ്റെ റബ്ബേ, എല്ലാ ദൈവങ്ങളും വിളിക്കേ, മിന്നിച്ചേക്കണേ. കുക്കി, കുറച്ച് സ്റ്റാൻഡേർഡ് സംസാരിക്കാം. അക്കങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. കുക്കി, UR 26E I1FQU. എടാ വൃത്തികെട്ടവനെ, നിന്നോടൊന്ന് സോഫ്റ്റ് ആയിട്ട് നിന്നപ്പോ നീ ഇമാതിരിയാണോ എന്നോട് പെരുമാറുന്നേ? ഇപ്പോഴല്ലേ നിന്റെ തനി സ്വരൂപം മനസ്സിലായേ? നീ എന്താ വിചാരിച്ചേ എനിക്ക് ഈ കോഡൊന്നും മനസ്സിലായില്ലെന്നോ? എടാ ഞാൻ ആർമിയാണ്, അതും BTS ആർമി. എനിക്കറിയാതിരിക്കുവോ? നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടാ. അയ്യോ അമ്മേ, എന്റെ പൊന്നു കുപ്പി നീ തെറ്റിദ്ധരിച്ചതാ. ഇത് ഞാനെന്റെ പ്രണയം പറഞ്ഞതാ, അല്ലാതെ വേറെ ഒരു അർത്ഥമില്ല. എടാ യുവാനെ ഒന്ന് ഓടി വാടാ. നിന്റെ ഒരു ഒലക്കമ്മേലെ പ്രണയം. ഇത്ര മോശം എന്നോട് സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടോ? നിന്റെ മസിലും കൊസിലൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എടാ ഗൗതം, നീ ഇതിനായിരുന്നാണ് ജിമ്മിൽ പോയി ഇത്രയും വലിയ മസിലൊക്കെ ഉണ്ടാക്കിയേ, ഒരു പീറ പെണ്ണിന്റെ നടി വാങ്ങിക്കാൻ? അയ്യേ മോശം. എടാ അവനാ പറഞ്ഞത് ഞാൻ എഴുതി വെച്ച കോഡല്ലേ? അവനത് അടിച്ചു മാറ്റി തോന്നുന്നു. അപ്പൊ ആ കോഡിന്റെ അർത്ഥം ഇതാ അല്ലേ? ഭാഗ്യം, ഞാൻ പറയാത്തത് കൊണ്ട് എന്റെ ജീവിതം തിരിച്ചെത്തി. എടാ അവൾ അടി കൂടുമ്പോഴും ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ എന്ത് ഭംഗിയെ കാണാം.
എടാ മണ്ടന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും വായ നോക്കി നിന്നോ. അവിടെ ഗൗതമിന്റെ ബോഡി പാർട്സ് ഒക്കെ കുക്കി തല്ലി പൊളിക്കുന്നുണ്ട്. അവസാനം ദീപക്കും നിധി ഓടി വന്നാണ് ഇവരെ പിടിച്ചു മാറ്റുന്നത്. ഗൗതമിന്റെ തലയിൽ മുടിയൊക്കെ അലങ്കോലമായി, ഷർട്ടെല്ലാം കീറിയിരിക്കുന്നു. കുക്കിയാണെങ്കിലോ നല്ല ദേഷ്യത്തിലും. ഏട്ടതി, ഇവിടെ ഒരു പെണ്ണല്ല, ഒരു രാക്ഷസിയാ. എന്നെ തല്ലി കൊന്നു. ഇനി മേല എന്റെ മുന്നിൽ നിന്റെ ആ കോടും കൊണ്ട് വന്നണ്ടല്ലോ, ഇതായിരിക്കില്ല അവസ്ഥ. ഇതിലും മോശമായിരിക്കും. ഇന്ന് ഞാനും വെച്ചേക്കില്ലടി, നോക്കിക്കോ. അപ്പോ ഇനി മുതൽ ഈ വീട്ടിലെ 1-ാം നമ്പർ ശത്രുക്കള് കുക്കിയും ഗൗതവും. കളി ഇനി പോപ്കോൺ കഴിച്ചു കാണാം. അവനാ കഴിക്കുന്ന എന്റെ ബിസ്ക്കറ്റ് അല്ലേ? വെറുതല്ല എനിക്ക് കഴിക്കൊന്നുമില്ലാത്ത. ഡാ, അപ്പൊ നീ അറിഞ്ഞല്ലേ എന്റെ കുക്കീസ് മുഴുവൻ തിന്നു തീർക്കുന്ന ആള്? എടാ കള്ള, അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചൂടെ? ഓ എന്റെ ഈശ്വരാ, പേടിച്ചു പോയല്ലോ. നിനക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ? മനുഷ്യ പേടിച്ച് എന്റെ ബിസ്ക്കറ്റ് ചായലും മുഴുവൻ മുങ്ങി മരിച്ചു. ഇതിൽ നീ എനിക്ക് എന്തായാലും നഷ്ടപരിഹാരം തരണം. മരിച്ചെങ്കിൽ നന്നായി പോയി. അത് നിന്റെ ബിസ്ക്കറ്റ് അല്ല, എന്റെ ബിസ്ക്കറ്റ് അടിച്ചു മാറ്റിയതാ കള്ളൻ. അതിന് അങ്ങനെ ഒരു നോട്ടെന്നൊക്കെ ഒന്നും മിണ്ടാതെ പോയേ. മൈക്ക് വാസ് ഹേർട്ടഡ്. വാ പോയി തലയുണ്ടാക്കിയിട്ട് വരാം. നീ ടി വി വേണോ? അയ്യേ ചീന കോമഡി. നീ ആ റിമോട്ട് ഇങ്ങ് തന്നെ. ദേ കുക്കി, ലാസ്റ്റ് ഓവറാണ്, ആ റിമോട്ട് ഇങ്ങ് തന്നെ. എനിക്ക് നന്നായി പോയി. എനിക്ക് എന്റെ ഫേവറേറ്റ് സീരിയൽ ഇപ്പോൾ വരും, അത് കാണണം. ക്രിക്കറ്റൊക്കെ നീ നാളെ ഹൈലൈറ്റ്സ് കണ്ടാൽ മതി. അത് നിന്റെ ഫോണിൽ. റിമോട്ട് തരില്ലെന്നോ? ഇങ്ങ് താടി. അമ്മേ, ഇവിടെ കാൽവരിൽ ചതച്ചേ. ഏട്ടത്തിന്റെ അനിയത്തി എന്നെ കൊല്ലാൻ നോക്കും. അയ്യോടാ, കുഞ്ഞാവ കരഞ്ഞുകൊണ്ട് പരാതി പറയുന്നോ? ദേ കിടക്കുന്ന നിന്റെ റിമോട്ട്. ഇനി ഞാനും കാണുന്നില്ല, നീയും കാണണ്ട. ഇതിന്റെ ബാറ്ററി ഞാൻ എടുത്തിട്ടുണ്ട്. യുവൻ തന്റെ ഫോൺ 1% ചാർജിൽ കുത്തിവെക്കാൻ ഓടി വരുന്നു. പക്ഷെ അപ്പോഴേക്കും കുക്കി അവളുടെ ഫോൺ അവിടെ ചാർജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കി, മര്യാദക്ക് നിന്റെ ഫോൺ മാറ്റിക്കേ. എന്റെ ഫോൺ ഇതാ ഇപ്പൊ ചത്തുപോകും. ഓഫീസിൽ നിന്ന് ക്ലയന്റ് വിളിക്കാനുള്ളതാ. ഓഫീസിൽ ക്ലയന്റോ? അത് നീ 1 മാസം ലീവ് അല്ലേ? വലിയ IT പ്രൊഫഷണൽ എന്നാ വിചാരം. റീൽസ് എന്ന് 1% ആക്കിയതല്ലേ? എന്റെ ഫോണിൽ ഇപ്പൊ 50% ഉള്ളൂ. 100 ആകാതെ ഞാൻ മാറ്റില്ല. എടി, 50% ഉള്ളവരാണോ ഈ 1% ഉള്ളവനോട് ദയ കാണിക്കാത്തത്? നിനക്ക് ഇച്ചിരിയെങ്കിലും മനുഷ്യപ്പറ്റുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും മനുഷ്യപ്പറ്റില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. രണ്ടുപേരും ചാർജ് ചെയ്യണ്ട. നേരത്തെ നീ കാണിച്ചില്ലേ ആ റിമോട്ടിന്റെ ഷോ? അതിന്റെ ബാക്കിയാണ് കൂട്ടിയാൽ മതി. നീ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താ നിന്റെ കൈ ഞാൻ കുടിക്കും. ഇവിടെ ചിലരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആണുങ്ങളെ പോലെ ഡ്രസ്സും ചെയ്ത് മുടിയും വെട്ടി നടന്ന ആണായിന്ന. പക്ഷെ ശരിക്കുള്ള ആമ്പിള്ളേരായിട്ട് മുട്ടി നോക്കിയണ്ടല്ലോ, പൊന്നു മോളെ, നേരെ വണ്ണം നടക്കില്ല. ആ നേരത്തെ കണ്ടായിരുന്നു ശരിക്കുള്ള ആമ്പിള്ളേര് എന്റെ കയ്യിൽ നിന്ന് അടി മഞ്ചു പോകുന്നേ. ഒന്ന് പോടാ ഇറക്ക. ഡൈനിങ് ടേബിൾ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ലാസ്റ്റ് 2 പൊറോട്ടയും 2 ചിക്കൻ പീസ് ഇരിക്കുന്നുണ്ട്. ഗൗതമും കുക്കിയും ഒരേ സമയത്ത് പ്ലേറ്റിലേക്ക് കൈ നീട്ടുന്നു. കൈ വിടടി, ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്ത് ആകെ വിശന്ന് ചത്തിരിക്കുകയാണ്. എനിക്ക് നന്നായി ഫുഡ് വേണം. ആഹാ, ഞാൻ രാവിലെ മുതൽ ഈ വീട്ടിലെ മണ്ടന്മാരുടെ വഴക്കിട്ട് ക്ഷീണിച്ചിരിക്കേ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എനിക്കും വേണം ഈ ഫുഡ്. യുവി, ആ ബിസ്ക്കറ്റിന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്നെ അടിച്ചാൽ ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ പൊറോട്ടയും ബീഫും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നടാ. അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീയും ഞാനും ഒറ്റക്കെട്ടായി നിന്നാൽ അവളെ പുല്ല് പോലെ തൂപ്പിക്കാൻ പറ്റും. ഞാൻ ഇതേ കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിരിക്കുന്നു. ആ പൊട്ടന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ അവളുടെ പിന്നാലെ നടക്കുക. നിധി, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുമോ? എന്തോ യുവാനും ഗൗതമും കുക്കിയും തമ്മിൽ തീരെ ചേരുന്നില്ല.
ആര് പറഞ്ഞ് ഞാൻ ഒന്ന് മനസ്സിലാക്കട്ടെ. നിനക്ക് വിഷമാവുന്നുണ്ടോ കാണുമ്പോ? എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് അടിമഴക്കൊക്കെ ഉണ്ടാക്കട്ടെ. പക്ഷെ അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. എനിക്കത് മതി. ഗൗതമും യുവാനും കൂടി കുക്കിയെ എങ്ങനെ തളർത്താമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോഴതാ കറക്റ്റ് സമയത്ത് കുക്കി അതിലേക്ക് വരുന്നു. എടാ ഗൗതം, നീ പേടിക്കണ്ട. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാ ഇവളെ പുല്ലുപോലെ തോൽപ്പിക്കാൻ പറ്റും. ഇന്ന് തുടക്കല്ലേ, ജസ്റ്റ് വെർബലായിട്ട് അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാം. നീ തുടങ്ങിക്കോ. എടി കുക്കി, നീ ഈ വീട്ടിൽ വന്ന് 2 ദിവസമേ ആയിട്ടുള്ളൂ. നീ കാരണം ഈ വീട്ടിൽ സമാധാനാന്തരീക്ഷം മുഴുവൻ തകർന്നിരിക്കുകയാണ്. നീ ഞങ്ങളെ രണ്ടുപേരും മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും പ്രതികരിക്കും. അത് ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. ഓഹോ, മാനസിക പീഡനമോ? അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടോ? ബുദ്ധിയില്ലാത്തവർക്ക് എന്ത് മാനസിക പീഡനം? അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയെങ്കിലും നിനക്ക് വേണ്ടേ? എടി, നീ ഞങ്ങളെ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത് കേട്ടോ. നീ വെറും ഡിഗ്രി പാസ്സായിട്ട് നിൽക്കുക. ബട്ട് ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളെ പഠിപ്പും കഴിഞ്ഞ് രണ്ടുപേരും ഓഫീസിൽ ലക്ഷങ്ങൾ സമ്പാദം വാങ്ങിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥരാ. ഞങ്ങളെ പുച്ഛിക്കുന്നോ? അതെനിക്കറിയാം. നീ ഓഫീസിലെ കമ്പ്യൂട്ടറിന് മുകളിൽ പൊടിതെടുക്കുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ഈ ജിമ്മൻ ചേട്ടൻ ഓഫീസിലെ ഫയലുകൾ ചുമക്കുന്ന ഹെവി വെയിറ്റ് ലിഫ്റ്റർ. നിങ്ങൾക്ക് വലിയ ഉദ്യോഗസ്ഥർ ഈ ലോകത്തേ ഇല്ല. എടാ, അവൾക്ക് നമ്മുടെ ഓഫീസിൽ ശരിക്കുള്ള പണി എങ്ങനെ മനസ്സിലായി? അത് ചിലപ്പോ നിധി ചേച്ചി പറഞ്ഞു കൊടുത്തായിരിക്കും. നീ വിടല്ലേ, തിരിച്ച് അറ്റാക്ക് ചെയ്യേ. അറിഞ്ഞാലും വേണ്ടില്ല, നാണം കേട്ടാലും വേണ്ടില്ല. അറ്റാക്ക്, അതായിരിക്കണം നമ്മളെ മെയിൻ. ഡി നീ ഈ വീട്ടിലെ വെറും ഒരു ഗസ്റ്റ് മാത്രമാണ്. ഞാൻ ഈ വീട്ടിലെ 4ാമത്തെ മകൻ, ഇവൻ 5ാമത്തത്. അറിഞ്ഞു കളിച്ചോ? അതിഥിയാണെങ്കിലും ഈ വീട്ടിൽ മരുമകളുടെ അനിയത്തിയാണ് ഞാൻ. അതുകൊണ്ട് പവർ എനിക്കാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഗ്രൂപ്പായി നിന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് നേരിടാനുള്ള പവർ ഈ കുക്കിക്കുണ്ട്. വലിയ പവർ? നിന്റെ ഈ ലുക്കും നടത്തം വേഷവിധാനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാ പെൺകുട്ടികളുടെ ഒരു സ്വഭാവ ഗുണം നിനക്കില്ലെന്ന്. ഒരു നാടൻ പെൺകുട്ടിയെ പോലെ നാണം, അച്ചടക്കം, ഇതൊക്കെ നിന്റെ വശത്തുണ്ടോടി? നീയൊക്കെ എന്തു പെണ്ണാ? നിന്നെ പോലുള്ളവരുടെ കൂടെ നടക്കണമെങ്കിൽ നീ പറഞ്ഞ നാണോ അച്ചടക്കം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതുപോലെ കൈപ്പവർ ഉണ്ടാവണം, എങ്കിലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് അഹങ്കാരം വേണ്ട മോളെ. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞ് പോകേണ്ടതാ. നിന്നെ കെട്ടാൻ പോകുന്നതിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഏത് ഗതികെട്ടവനാണാവോ നിന്റെ തലയിൽ വന്ന് വീഴാൻ പോകുന്നത്? കുറിച്ച് വെച്ച ഗൗതം, എന്നെ കെട്ടാൻ പോകുന്നവൻ നിന്റെ മുമ്പിൽ എൻ്റെ കൈയും പിടിച്ച് പറയും, ഐ ആം ദി ജെം. നീ നോക്കിക്കോ. അന്ന് നീ വായം പൊളിച്ച് എന്നെ നോക്കി നിൽക്കും. എടി, ഞങ്ങൾ വിചാരിച്ച നിന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കാൻ പറ്റും അല്ലേടാ ഗൗതം? അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടി. പുറത്താക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു കോമഡിക്ക് പറഞ്ഞാട്ടോ. കുക്കിനെ ഞാൻ പുറത്താക്കില്ല, ജസ്റ്റ് സംസാരിച്ച് തല്ലോട് മാത്രം ചെയ്യത്തുള്ളൂ. പേടിത്തൊണ്ട പൊട്ടാ. നീ എന്താടാ അവളെ എഴുന്നേറ്റപ്പോഴും പേടിച്ചേ? നീ ബേക്കടിക്കല്ലേ, കട്ടൊക്കെ നിൽക്ക്, എന്നാലേ തൂപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ വഴക്ക് കൂടാൻ ഒട്ടും മൂടില്ല. ഞാൻ നിങ്ങളെ വഴക്ക് കൂടാനും വന്നതല്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുക. അതിനിടയിൽ വെറുതെ വന്ന് ശല്യം ചെയ്താൽ എൻ്റെ കയ്യിൽ നല്ല കിട്ടൽ കിട്ടുവേ. അയ്യോ, മോൾക്ക് എന്താ മൂടില്ലേ? മൂടി ഞങ്ങളാക്കി തരാം. നീ വഴക്ക് കൂടിയിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് 2 കിട്ടിയിട്ട് പോയാൽ മതി. അയ്യോ, ബിസ്ക്കറ്റിന് ദേഷ്യം വരുന്നുണ്ടോ? മുഖമൊക്കെ ചുവന്നിരിക്കുന്നല്ലോ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നീ ആദ്യം ഈ ഗൗതമിനെ തല്ല്. എനിക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മേ, എടാ അവളെ തല്ലിയടാ. എടി, നീ ഗൗതമിനെ തല്ലിയല്ലേ? ഇത്ര നാള് വെറുതെ ഇരുന്ന പോലെയല്ല. ഇപ്പൊ നീ എന്റെ ജീവന്റെ മേലെ തൊട്ടത്. ഇനി നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഗൗതം, ഇവിടുന്ന് ഇവിടെ തൊട്ടാ ചേട്ടനും ചേട്ടത്തി അറിയും. ഞാൻ ഈ വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ റൂമിന്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവൾ. അതിനൊരു തീരുമാനം എത്തിയിട്ട് അടങ്ങുള്ളൂ. നീ ആരെങ്കിലും വരാതെ നോക്കിക്കോ. ഈശ്വര, 2 മണിക്കൂറോളം ആവാനായി. എന്തവരെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അവൻ അവളെ കൊന്നോ? അത് അവൾ അവരെയോ? ഒന്നും മനസ്സിലാവുന്നില്ല. എടാ യു, ഈ വാതിൽ ഉറക്ക്. ഏട്ടനോട് ഏട്ടത്തിയോട് ഞാൻ എന്തു പറയും? അവന്റെ ഈശ്വര, ഇപ്പോഴേലും നീ വാതിൽ ഉറന്നല്ലോ. എടാ, നിനക്ക് ജീവനുണ്ട്. അവൾ എന്താ? എടാ, നല്ല അടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ.
ഞാൻ എന്താന്നിപ്പോൾ കറക്റ്റ് അവൾ അറിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ വേണ്ട വേണ്ട വെച്ച് നടക്കായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഒക്കെ. നീ ഉള്ളിൽ ചെന്ന് നോക്കണ്ട, അവള് കരയുവാ. നല്ല ക്ഷീണം കാണും. എനിക്കും നല്ല ക്ഷീണമുണ്ട്. കുളിച്ച് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങട്ടെ, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. എടി കുക്കി, നീ വാതിലിൽ ലോക്ക് ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഇവൻ നിന്നെ കൊന്നേനെ. റെസ്റ്റ് എടുത്തോ. എടാ യുവി, നീ അന്ന് കൊടുത്തടി നല്ല ഏറ്റിട്ടുണ്ട്. നിന്നോടാണെങ്കിൽ ഐ കോണ്ടാക്ട് മാത്രം. വല്ലപ്പോഴും ഒന്ന് സംസാരിച്ചു. എന്നിട്ടാണെങ്കിൽ ആ വഴക്കേ ഇല്ല. എപ്പോഴെങ്കിലും അത് മാന്യമായ രീതിയിൽ. ഇതേപോലെ അന്ന് തന്നെ ആയിരുന്നെങ്കിൽ ഇത്ര ആവശ്യം ഉണ്ടായിരുന്നോ? കുക്കി, ഞങ്ങൾ ഈ വീട്ടിലെ വായനോക്കികളാണെന്ന് എനിക്ക് തോന്നാം. പക്ഷേ സത്യത്തിൽ നിന്നെ കണ്ടത് മുതൽ എൻ്റെ ഹൃദയം നിനക്കായി മാത്രം തുടിക്കുകയാണ്. അതേ കുക്കി, അർജുൻ പറയുന്നത് സത്യമാണ്. ഞങ്ങൾ രണ്ടുപേർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ടേസ്റ്റ് അതുപോലെ. ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായതും ഒരേ പെൺകുട്ടിയെ. നീ ഇതിൽ ആരെ വേണമെങ്കിൽ തിരഞ്ഞെടുത്തോ, ഞങ്ങൾക്ക് ഓക്കെയാണ്. അതിൻ്റെ പേരിൽ ഒരു വിഷമമൊന്നുമില്ല. നിങ്ങളുടെ ഈ ആത്മാർത്ഥത എനിക്ക് വളരെ ഇഷ്ടമായി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇനി കുറച്ച് വർഷങ്ങളായിട്ട് ഒരാളായിട്ട് കട്ട പ്രണയത്തിലാണ്. ആ കാര്യം നിധി ചേച്ചിയോട് പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഇറ്റ്സ് ഓക്കെ. നീ ഹാപ്പി അല്ലേ? അത് മതി. ആഹാ, പിടി കിട്ടി. നിനക്ക് പ്രേമമുണ്ടല്ലേടി? ഇപ്പോഴാണ് എനിക്ക് കച്ചിത്തുറുമ്പ് കിട്ടിയത്. ഞാൻ ഇപ്പോഴേ നിധി ചേച്ചി വിളിച്ച് ഈ കളി നാട്ടി പാട്ടാക്കും. നിന്റെ പ്രേമ ഞാൻ തകർത്ത് കൈ തരും. നിധി ചേച്ചി, ഏട്ടാ ഓടി വായോ. എന്റെ പൊന്നു ഗൗതം, രാവിലെ തന്നെ തുടങ്ങിയ കുക്കിയായിട്ടുള്ള വഴക്ക്. കുറച്ചേരം ഒന്ന് കുറവുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ പുതിയ കാര്യം? ഏട്ടാ, നിധി ചേച്ചി ഇവളീ കാണുന്ന പോലെ നല്ല. ഇവള് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ഗൗതമേട്ട നിൽക്ക്. ഇനി ഞാൻ പറയാം. നിധി ചേച്ചി, ഏട്ടാ ഗൗതമേട്ട എന്തിനാ വിളിച്ചതെന്നറിയോ? കുറച്ച് ദിവസം മുമ്പ് ഗൗതമേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഒരു പേപ്പർ കാണിച്ചു തന്നു. അതിൽ വളരെ മോശമായ ഒരു കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് സംസാരിച്ച ആ പേപ്പർ ഞാൻ ചേച്ചിക്ക് തരാൻ പോവുകയാണ്. ചേച്ചി അത് കണ്ട് തീരുമാനിക്കുക, ഞാനാണോ അതോ ഗൗതമേട്ടനാണോ തെറ്റുകാരെന്ന്. അത് പിന്നെ ചേച്ചി, ഞാൻ ചുമ്മാ ഒരു പ്രാങ്ക് ചെയ്തതാ. കുക്കി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ, വേറൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഫോർ ഫൺ. നിങ്ങൾ വയ്ക്കോ. മോളെ കുക്കി, എന്തു പറ്റി? ഗൗതമേട്ട വണ്ടി എടുക്ക്. നിധി, നീ എന്തേ കാണിക്കുന്നേ? നീ ഇങ്ങനെ കരയല്ലേ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഒരു കാര്യം ചെയ്യൂ, നീ വരണ്ട. ആകെ കരഞ്ഞ് സീനാവാനാ. ഞങ്ങൾ പോയിട്ട് വേഗം വിളിച്ചോളാം. എടാ, അവൾക്ക് വയ്യാതെ എനിക്ക് ആരെന്നറിയോ? ഇന്നലെ നിധി ചേച്ചി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് കുറച്ച് ഞാനെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അത് ഇന്ന് ചൂടാക്കാൻ വേണ്ടി പുറത്ത് വെച്ചതാ. അവൾ അത് ചൂടാക്കുക പോലും ചെയ്യാതെ തണുത്തൊടുക്കലെടുത്ത് വരുത്തുന്നു. അതിന്റെ ഛർദിലാ. മിസ്റ്റർ ദീപക്, നിങ്ങളുടെ വൈഫിന് നല്ല ഛർദിലുണ്ട്. ഞങ്ങൾ വരുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വന്നതിന് ശേഷം ചിലപ്പോ. നിധി ചേച്ചി എപ്പോഴാ ഈ ഡോക്ടർക്ക് വിളിച്ചു പറഞ്ഞേ? അല്ല, ഡോക്ടറുടെ നമ്പർ നിധി ചേച്ചിക്ക് എങ്ങനെ കിട്ടി?
ഗൂഗിൾ ചെയ്താ കിട്ടില്ലടാ പൊട്ടാ. നിധി ചേച്ചി ഒറ്റക്കാക്കി വരേണ്ടി ഉണ്ടായിരുന്നില്ല, ചേച്ചിയെ കൂടി കൂട്ടായിരുന്നു. ഞങ്ങൾ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തു, റിപ്പോർട്ട് പോസിറ്റീവാണ്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. എൻ്റെ ഈശ്വര, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഞാനിപ്പോൾ തന്നെ നിധിയെ കണ്ടിട്ട് വരാം. അയ്യോ പോവല്ലേ, അപ്പൊ ഈ കുട്ടിനെ കൊണ്ടുപോകുന്നില്ലേ? ഇതൊക്കെ എവിടുന്ന് വരുന്നു? സോറി ഡോക്ടർ, ഏട്ടന് ചേച്ചി പ്രഗ്നന്റ് ആയ സന്തോഷത്തിലാ. ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. നിധി, എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ശരിയെന്നറിയില്ല. നീ പ്രഗ്നന്റ് ആണല്ലേ? ഞാൻ പ്രഗ്നന്റ് ആണെന്നോ? ഇതാരാ പറഞ്ഞേ? കുക്കിനാളെ കാണിക്കാൻ പോയപ്പോഴാ ഡോക്ടർ പറഞ്ഞേ നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന്. എൻ്റെ ഈശ്വര, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നോ? എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നു. എൻ്റെ സംശയം അതല്ല, ചേച്ചി ഗൂഗിളിൽ നിന്ന് നമ്പർ തപ്പിയിട്ടുണ്ടാവും. പക്ഷെ ഈ ബ്ലഡ് യൂറിൻ എങ്ങനെ അങ്ങോട്ട് എത്തിച്ചു? എടാ മരമണ്ട, അതിന് ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് കുക്കിയുടേതല്ലേ, അത് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓ ഐ സി, അപ്പോ ഇവർ സിസ്റ്റേഴ്സ് ആണല്ലോ. അങ്ങനെ ആരുടെയും ഒരാളുടെ ബ്ലഡ് യൂറിൻ വെച്ച് മറ്റാളുടെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ടെക്നോളജി ഒക്കെ വളർന്ന വളർച്ചയെ. കുക്കി, ഇതിനു മുമ്പ് ഞങ്ങളൊരു പെൺകുട്ടിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല. ഡോക്ടർ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ, അതും വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർക്കുണ്ടായ തെറ്റിദ്ധാരണം ഏട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷം കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പൊട്ടന്മാർക്ക് യാതൊരുവിധ ബോധമില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സത്യം നീ പറയണം, ആ റിസൾട്ട് നിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ട് ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ മാത്രം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടില്ല. ആർ യു പ്രഗ്നന്റ്? ദീപകേട്ടാ, അതിന് ഞാനിപ്പോൾ പീരിയഡ്സ് ആണല്ലോ. ഇന്നൊക്കെ 3-ാമത്തെ ദിവസമാണ്. പിന്നെ ഞാനങ്ങനെ പ്രഗ്നൻ്റ് ആവും? അല്ല, ഡോക്ടർക്ക് എങ്ങനെ അറിയാം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്? വേറെ ഏതെങ്കിലും പെണ്ണിനെ കുറിച്ചിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. ഹേ, വേറെ ആരുതുമല്ല, നിനക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ശരിക്കും നീ പീരിയഡ് ആണോ? ഏയ്, നമ്മുടെ കുക്കിയുടെ ബ്ലഡ് യൂറിൻ, കുക്കിയുടെ ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് വൈഫ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞേ. നീതി, ഐ എം സോറി. നീ കുക്കിയോട് സംസാരിക്കുക. പ്രഗ്നന്റ് അവളാ. രോഹി, ഞാൻ ഈ കേട്ടത് സത്യമാണോ? നീ പ്രഗ്നൻ്റ് ആണോ? അതെ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. 1 month. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. അവൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നേ. ചതിച്ചലടി മഹാബാബി, നിന്നെയാണോ ഞാനിങ്ങനെ വിശ്വസിച്ചേ? ദീപികേട്ടാ, ഇവളുടെ വീട്ടുകാരോടൊക്കെ ഞാൻ ഇനി എന്താ പറയാ? നിധി, അതിനെ അവളുടെ വീട്ടുകാരായിട്ട് നീയനല്ലേ ഉള്ളൂ. അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ എന്നോട് എന്നെ എന്താ പറയാ? നിങ്ങൾ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട്. ഇവള് 1.5 month പ്രഗ്നൻ്റാ. അതിനർത്ഥം ഇവളിവിടെ വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആയത്. നമ്മളെല്ലാം ഇവിടെ ഉള്ളപ്പോൾ
നമ്മളറിയാതെ അവൻ ഇവിടെ വന്നെന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് ശരിയാണല്ലോ. എടി മഹാഭാബി, അവനെ ഈ വീട്ടിലും വിളിച്ചു വരുത്തിയോ? എനിക്ക് വയ്യ. സത്യം പറ, ആരാ നിന്റെ രഹസ്യ കാമുകൻ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഇനി ഇതറിഞ്ഞ അവൻ നിന്നെ സ്വീകരിക്കും തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയില്ലാതെ ഒരു കുഞ്ഞു വളരുന്നതിൻ്റെ വേദന ഏറ്റവും നന്നായി അറിയാം അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം അറിഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് പോവുമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയേ ചെയ്യത്തുള്ളൂ. പിന്നെ എനിക്ക് ആരെയും വീട്ടിലേക്ക് വിളിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ സ്നേഹിക്കുന്നതും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും നിങ്ങൾ ഈ 4 ബ്രദേഴ്സിലൊരാളാണ്. എന്താണെന്നറിയില്ല, എനിക്ക് നല്ല വയറുവേദന. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അത്യാവശ്യമായിട്ട് കുറച്ച് ഇമെയിൽ വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാമല്ലോ. എടാ യുവാൻ, നീ പോരുന്നോ? നമ്മുടെ ഒരു ഫ്രണ്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? നേരം വൈകുന്നുണ്ട്, നീ വരുന്നില്ലേ? ഒരൊറ്റ എണ്ണം അവിടെ നനഞ്ഞു പോകരുത്. സത്യം പറ, ഇവളുടെ കാമുകനും അവിടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനും ആരാണെന്ന് ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞില്ലാണ്ട് ഒരു വിരൽ എനക്കില്ല. നിങ്ങൾക്കറിയണമെങ്കിൽ അത് ഞാൻ തന്നെ കാണിച്ചു തരാം. അമ്മയുടെ പൊന്നാരാ? ഞാനാ. അമ്മയുടെ പൊന്ന് ഞാനാ. ഞാനും നിധിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. യുവിക്കൊരു പക്വത വന്നിട്ടില്ല. കുക്കിയാണെങ്കിൽ പഠിക്കുവാണ്. ഇതിനിടയിൽ ഒരു കുഞ്ഞും, അത് നടക്കില്ല. നമുക്കിത് അബോർട്ട് ചെയ്യാം. വാട്ട്? ഏട്ടനെ എന്നെ വഴക്കും അറിയാം. തല്ല വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം. എന്ത് ചെയ്യാനുള്ള അധികാരം ഏട്ടനുണ്ട്. ബിക്കോസ് യു ആർ മൈ ബ്രദർ. എന്നെ ഇതുവരെ നോക്കി വളർത്തിയത് ഏട്ടനാണ്. ഇവളും ചെയ്യാം. പക്ഷേ എൻ്റെ കുഞ്ഞ് ജീവിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാൻ ഇവളുമാണ്. പിന്നെ മുകളിലിരിക്കുന്ന ദൈവം. അല്ലാതെ ഇക്കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് ഒരു അർഹതയില്ല. ഹൗ ഡെയർ യു? യുവേട്ടാ, ഏട്ടനോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? എന്താ ഇത്? ദീപക്കേട്ടാ, യുവേട്ട അപ്പുറത്തെ ടെൻഷനിലും വിഷമത്തിലും പറഞ്ഞു പോയതാ. ഐ എം സോറി ഏട്ടാ. പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞപ്പോ ഏട്ടാ, ഇവള് പണ്ടേ എൻ്റെ പെണ്ണായതാ. മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഞങ്ങൾ ഒന്നാപ്പോ. ഇനി ആൾക്കാരെ ബോധിപ്പിക്കാൻ ഒരു താലിച്ചരടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ കുഞ്ഞിനെ കളയാൻ മാത്രം എൻ്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞിനെ നോക്കാനുള്ള ആരോഗ്യവും സമ്പത്തും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെന്താ പ്രശ്നം? എനിക്ക് മെച്യൂരിറ്റി ഇല്ലാന്ന് എന്ത് കണ്ടിട്ടാ ഏട്ടൻ പറയുന്നേ? എനിക്കതാ മനസ്സിലാവാത്തെ. ഞാൻ സമ്പാദിക്കുന്നില്ലേ? പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കോമഡിക്ക് നടക്കുന്ന ഞങ്ങൾ അച്ഛനും അമ്മ ഇല്ലാത്ത വിഷമം അറിയിക്കാതിരിക്കാനാ. ഏട്ടൻ അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങളിങ്ങനെ കൊണ്ടു നടക്കുന്നേ, ഞങ്ങൾ ഇത്ര സ്നേഹിക്കുന്നേ. അതേപോലെ തിരിച്ചേട്ടൻ വിഷമിക്കാതിരിക്കാനാ. അല്ലാതെ ഞങ്ങൾക്കാർക്കൊരു പക്വത ഇല്ല.
ചേച്ചി ഒന്നും മനഃപൂർവ്വമല്ല, പറയാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ എന്നെ +1 കൊണ്ട് ചേർത്തില്ലേ, അതേ കോളേജിൽ ബികോം ഫൈനൽ ഇയർ ആയിരുന്നു യുവേട്ടൻ. എല്ലാ ഗേൾസും യുവേട്ടൻ്റെ പിന്നാലെ ആയിരുന്നു. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് പോലും യുവേട്ടനെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മനസ്സിലൊരു ചെറിയൊരു ആരാധന ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം യുവേട്ടൻ്റെ മ്യൂസിക് ഗ്രൂപ്പിലേക്ക് എന്നെ കൂടി പാട്ട് പാടാൻ ക്ഷണിച്ചു. കേട്ട പാടെ ഞാൻ ഓക്കെ പറഞ്ഞു. അതിലൂടെ നിങ്ങൾ ഒരുപാട് അടുത്തു, നല്ല ഫ്രണ്ട്സായി. പക്ഷേ ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമിലെ ഞങ്ങളുടെ ബിഹേവിയറും ഞങ്ങളുടെ ഓരോ മൊമെൻറ്റ്സൊക്കെ സ്റ്റുഡൻസ് വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അതൊക്കെ ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ വരാനും തുടങ്ങി. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയത്. പതുക്കെ ആ ഫ്രണ്ട്ഷിപ്പ് പ്രണയമായി മാറി. നിന്റെ പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. ആകരുന്ന തരം പ്രവണതകളും കരളിതളായി പിരിയാം. തീരുമുന്നിലായി മുന്നിതാ പഠിക്കുന്നിതാ നിന്റെ താപത്തിലുള്ള അംശമായി തീരാനേ. നിന്റെ പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. ആകരുന്ന തരം പ്രവണതകളും കരളിതളായി പിരിയാം. ബോധനവും വ്യാപകമതി നിരയായി പിന്നെ അടങ്ങുന്നതിലുള്ളതാൻ തീരുമുന്നിലായി തടയ്ക്കുന്നിതാ മടിക്കുന്നിതാ നിന്റെ താപത്തിൽ അംശമായി തീരാനേ. നിന്റെ പല കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളുകളായി പിരിയാം. மூச்சவ பேச்சவ பேசணும் அழகவ எனக்குள்ள கலக்குற ஆக்சிஜன் நடவ யாரவ நூற்றுக்கு நூறவ அவதான் என்னவள ஒரலையவ கலையவ அழகிய நிலவவ நிழலிலு தொலிக்கிற நிரந்தர ஒளியவ சரியவ தவறவ சிரிக்கிற சிரிப்புக்கு அவதான் காரணமா. ആരുമില്ലാത്തവരാന്ന് പരസ്പരം അറിഞ്ഞപ്പോൾ ഒന്നുകൂടി വീണ്ടും എടുത്തു. അതിനിടയിലാണ് യുവേട്ടൻ്റെ ബാക്കി ബ്രദേഴ്സൊക്കെ ചേച്ചിയെ കണ്ടത്. ഇഷ്ടമായിട്ട് യുവേട്ടനോട് പറഞ്ഞപ്പോൾ അതൊരിക്കലും എൻ്റെ ചേച്ചിയെന്ന് അറിഞ്ഞിട്ടല്ല സമ്മതിച്ചേ. പക്ഷെ ഈ കല്യാണാലോചന മുന്നോട്ട് പോയപ്പോൾ അപ്പോഴും മനസ്സിലായേ യുവിയുടെ ചേട്ടനാ ദീപദേട്ടന്. ഞങ്ങൾ അപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അന്ന് ഞാൻ +2 ഏട്ടൻ വേറെ കോളേജിലേക്ക് പോയിട്ടുള്ളൂ. അപ്പം പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. പിന്നീട് കല്യാണം കഴിഞ്ഞ് പതുക്കെ പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചതാ. ഇവിടെ ഞാൻ എത്തി, പിന്നെ ഇന്നലെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങൾ വേഗം നോക്കാല്ലേ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറഞ്ഞാല് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനും നീതിയല്ലേ. നിങ്ങൾക്കൊരു കുഞ്ഞു കൂടി ഉണ്ടെന്ന് പറഞ്ഞാല് ഞങ്ങൾ അതിൽ എന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെയ്യും തോന്നുന്നുണ്ടോ? ഇത് സീരിയസ് ആണോ അതോ ഈ പ്രായം കൊണ്ടുള്ള എടുത്തുചാട്ടാണ് അറിയാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ? സത്യം പറയൂവേ, ആ പ്രഗ്നൻസി അതെങ്ങനെ സംഭവിച്ചു?
അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തെ. രാത്രി നീ ഈ റൂമിൽ വിട്ട് പുറത്തു പോയിട്ടില്ല. ഒരു ബെഡ്ഷീറ്റ് ഇറങ്ങിയാൽ പോലും ഞങ്ങൾ അറിയും. അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ തെല്ലത്ത് കിടക്കുന്ന നീ ഞങ്ങളെ 3 പേരും ചവിട്ടി മാറ്റി അപ്പുറത്ത് കടന്ന് ആ വാതിൽ തുറന്ന് അവളുടെ റൂമിൽ പോയി തിരിച്ചു വന്ന് അതേപോലെ വാതിലടച്ച് ഞങ്ങളെ കടത്തി ഇപ്പുറത്ത് വന്ന് കെടുക്കണമെങ്കിൽ നീ ഞങ്ങൾക്ക് വല്ല പാലിലും ഉറക്കുകുളിക്ക് കലക്കി തന്നിട്ടുണ്ടാവും. അല്ലാതെ അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. ഇനി അതല്ലെങ്കിൽ പകലാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയല്ലേ. ഞങ്ങളില്ലെങ്കിലും ഗൗതം 24 മണിക്കൂർ നിന്റെ കൂടെ ഉണ്ട്. അവനറിയാതെ ഒന്നും നടക്കത്തില്ല. അവനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. രാത്രി നിങ്ങൾ അറിയേണ്ട പുറത്ത് ചാറല് എന്തായാലും നടക്കത്തില്ല. അതിന് മാത്രമുള്ള ധൈര്യം എനിക്കില്ല. അത് പോട്ടെ, പിന്നെ പകലത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഗൗതം അറിയാതെ ഒരു കാര്യം നടക്കില്ല. ഗൗതം അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ പറ്റിച്ച് ചെയ്തതാണെങ്കിലോ? അല്ലേ ഗൗതം? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് കിട്ടും. ഞാൻ എന്താ അറിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ പക്ഷെ ഇന്ന് എന്റെ കയ്യിൽ പോയി. നീ ഉള്ളിൽ ചെന്ന് നോക്കണ്ട. അവള് കരയുവാ. നല്ല ക്ഷീണം കാണും. എനിക്ക് നല്ല ക്ഷീണമാണ്. കുളിച്ച് ഫുഡ് വെച്ച് കിടന്നുറങ്ങട്ടെ. ബാക്കിയൊക്കെ എടാ ദുഷ്ടാ.